ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. തോല്ല ജന്തർ പന്തർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രി. ഇവിടുത്തെ മിലിറ്ററിയുടെ വലിയ ഹെഡൊന്നുമല്ല, മേജറോ ക്യാപ്റ്റനോ കേണലോ ഒന്നുമല്ല. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം വരുമ്പോൾ എല്ലാത്തിനും ഞാൻ വെടിവെച്ച് അങ്ങ് ഉണ്ടാക്കും, കുറേ എണ്ണം ചാകും, കുറേ എണ്ണത്തിന് അംഗഭംഗം വരും, ബാക്കിയുള്ളതിനൊക്കെ എടുത്തോണ്ട് പോകുന്നൊക്കെ പറയുമായിരിക്കും. ഇവിടെ എന്നാലും ഞാനും ചോദിക്കട്ടെ, തനിക്കും വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഉള്ളതല്ലേ, പെൺമക്കളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ താൻ ഈ വർത്താനം പറയുമോ? ബലാത്സംഗം സ്ത്രീകൾ ആഗ്രഹിക്കുന്നു, അവരെ അങ്ങോട്ട് കയറി ചെന്ന്. ഇവിടെ താനൊക്കെ എങ്ങനെയാണ് ഒരു അഡ്വക്കേറ്റ്? അല്ലെങ്കിൽ എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ലിസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് നമ്മുടെ ഇന്നത്തെ അതിഥി, ടി.ജി. മോഹൻദാസ്. ഇദ്ദേഹം RSSന്റെ ഒരു വക്താവാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ RSSകാർ തന്നെ ഈ അടുത്ത് ഇപ്പോൾ അത് ഒന്ന് പുള്ളി അതിൻ്റെ ഭാഗമല്ല, അതിൻ്റെ നേതൃസ്ഥാനത്ത് ഉള്ള ആളൊന്നും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിനുള്ള കാരണം നിങ്ങൾക്ക് അറിയാലോ. ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇദ്ദേഹത്തിനാണ് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന സമരം നിയന്ത്രിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ, അതായത് രാജ്യത്തിന്റെ ടോപ്പിൽ ഇദ്ദേഹം ആയിരുന്നുവെങ്കിൽ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ആദ്യം അദ്ദേഹം ഒരു കർഫ്യൂ സംഘടിപ്പിക്കും. അത് 4 കിലോമീറ്റർ ചുറ്റളവിൽ. എന്നിട്ട് എന്ത് ചെയ്യും? 3 തവണ അനൗൺസ് ചെയ്യും, നിങ്ങൾ പിരിഞ്ഞു പോകുക, കുട്ടികളെ ദയവായി പിരിഞ്ഞു പോകുക, അല്ലെങ്കിൽ ഞങ്ങൾ ആകാശത്തേക്ക് വെടിവെക്കുമെന്നല്ല, നെഞ്ചത്തെ വെടിവെക്കും. ഇങ്ങനെ 3 തവണ അനൗൺസ് ചെയ്തതിന് ശേഷം വെടിവെച്ച് കൊല്ലും എന്നാണ് അയാൾ പറഞ്ഞത്. വെടിവെക്കും, ഞങ്ങൾ വെടിവെക്കും. അതിൽ ചിലപ്പോൾ കുറേ ആളുകൾ മരിക്കും, കുറേ ആളുകൾക്ക് അംഗഭംഗം വരും, മറ്റു ചില ആളുകൾ രക്ഷപ്പെടും. പക്ഷെ ഒരു 4 മണിക്കൂർ കൊണ്ട് ഞാൻ ആ പരിപാടി അവസാനിപ്പിക്കും എന്നാണ് ഈ മാന്യദേഹം, ഇത്രയും നിഷ്കളങ്കനും മാന്യനുമായ ഈ വ്യക്തി പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇയാൾ ഒരു എഞ്ചിനീയറാണ്, അഡ്വക്കേറ്റാണ്, ജേർണലിസ്റ്റാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇമാതിരി വിവരക്കേട് ഈ സമരം ചെയ്ത കുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ രാജ്യദ്രോഹികളെന്നും കലാപകാരികളെന്നും പലരും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് പറഞ്ഞവനെ എന്ത് വിശേഷിപ്പിക്കണം? എൻ്റെ പൊന്നു ചങ്ങാതി, നീതിക്ക് വേണ്ടിയുള്ള ഒരു സമരം, അത് ഏറ്റവും സമാധാനപരമായിട്ടാണ് അവർ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് പലരും വന്ന് കയറി അതിനെ ഒന്ന് സമരത്തെ തകർക്കാൻ വേണ്ടി പല രൂപത്തിലിടയിൽ ആളുകൾ കയറിയിട്ടുണ്ടായിരുന്നു. ചിലർ വെറുതെ വന്നിട്ടുണ്ടായിരുന്നു, ചിലർ ആത്മാർത്ഥതയോടെ പിന്തുണയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മറ്റു ചിലർ കള്ള പോലീസിന്റെ വേഷവും കെട്ടിയിട്ട് പിള്ളേരെ തല്ലിച്ചതച്ച് അവർക്കിടയിൽ പ്രകോപനം ഉണ്ടാക്കി. അങ്ങനെയൊക്കെ ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. അവർ വിജയം കൈക്കൊണ്ടു, വിജയം വരിച്ചു. എന്നിട്ടും തന്നെയൊക്കെ എന്താ ചെയ്യണ്ടേ? പിള്ളേരെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ അനൗൺസ് ചെയ്യുന്ന തന്നെ പോലുള്ള നിങ്ങളെയാണ് ആ പേര് വിളിക്കേണ്ടത്, ഞാൻ വിളിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ മറ്റൊരു വീഡിയോ കൂടി ഉണ്ട്, നിങ്ങൾ അത് കൂടെ ഒന്ന് കണ്ടു നോക്ക്. ഇയാളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് പിടികിട്ടും. ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദിവസം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിൻ്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, പരാതിയൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ബലാത്സംഗ പരാതിയുള്ള, പക്ഷേ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി. രക്തസാക്ഷികൾ സിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും, ഡിങ്കിടി ഡിങ്കിൻ ഡിഗ് ഡിങ് ഡിങ്. അങ്ങനെയുണ്ട്. അത് പറഞ്ഞത് കേട്ടല്ലോ. സ്ത്രീകളെല്ലാം ബലാത്സംഗം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരെ നമ്മൾ അങ്ങോട്ട് ചെന്ന് ബലാത്സംഗം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പണ്ടേ ഒരു നോവലിൽ വായിച്ചിട്ടുള്ള പോലും, ഒരു നോവലിന്റെ പേര്, പുസ്തകത്തിന്റെ പേര്, ഇയാളെയൊക്കെ അതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗുണ്ടന്മാർ. ഇവിടുന്ന് കിട്ടുന്നുണ്ടോ ഈ പദമൊക്കെ? ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഭാര്യയോട് ഇങ്ങനെ പറയോ? മക്കളോട് ഇങ്ങനെ പറയും? ഭാര്യ മക്കളൊക്കെ ഉണ്ടോ എന്ന് ആർക്കറിയാം. അവരോട് ഇങ്ങനെ പറയോ? ഇനി അവരോടും ഇത്തരത്തിലുള്ള സമീപനമാണോ? അല്ല, നാട്ടുകാരോട് ഇങ്ങനെയാണല്ലോ പറയുന്നത്, അതുകൊണ്ട് ചോദിച്ചു പോരാ. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നതെങ്കിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അങ്ങനെയാണോ സാറേ? അല്ല, പറയാൻ പറ്റൂല. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ചില കഥകളൊക്കെ മനിയുന്നത് ജീവിതാനുഭവങ്ങളിൽ നിന്നാണല്ലോ. ഇതിപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം ആയിരിക്കും. അങ്ങനെ വല്ല അനുഭവം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യൂ.
ദയവായിട്ട് ഷെയർ ചെയ്യും. അല്ലാതെ നിങ്ങളോടൊക്കെ വേറെ എന്ത് പറയാനാ? ഒന്നുമില്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ പറഞ്ഞാൽ മനസ്സിലാക്കാം. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത സ്കൂളിൽ പോകാത്ത ഒരാൾ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ എഞ്ചിനീയർ, അഡ്വക്കേറ്റ്, ജേർണലിസ്റ്റ്, മാങ്ങാത്തൊലി എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് എന്താ കാര്യം? ബ്രോ തന്നെ പോലുള്ള ഏതായാലും ഇത് വന്നതിൽ പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു കമന്റ് കണ്ടതിൽ പിന്നെ ആർ എസ് എസ്സുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇയാള് ഞങ്ങളുടെ നേതാവൊന്നുമല്ല, അയാളുമായിട്ട് പ്രത്യേകിച്ച് ബന്ധവുമില്ല, അത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് അവരും കൈ കഴുകി. കാരണം ഓപ്ഷനില്ല. ഇതേപോലെ ഇത്തരത്തിലുള്ള കുറെ വിവരം കെട്ട ആൾക്കാരുണ്ട്. അതാണ് ഒരു മെയിൻ കാരണം മുകളിലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പാളിച്ചയ്ക്ക്. അതൊക്കെ ഒന്ന് പരിഹരിച്ചാൽ നന്നാവുന്നതേ ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒട്ടുമുക്കാൽ എണ്ണവും ഇങ്ങനെയാണ് ആയിപ്പോയി. എന്ത് ചെയ്യാം? എന്തായാലും ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം നടത്തിയ യുവാക്കളെ, വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണം എന്ന രീതിയിൽ പരാമർശം നടത്തിയതിന്റെ പേരിൽ ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പലരും പരാതി കൊടുത്തിട്ടുണ്ട്. കേസ് എന്തായെന്ന് അറിയില്ല. എന്തായാലും ഇയാളെ പോലുള്ളവർക്ക് എന്തായാലും അർഹമായ ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.